ശബരിമല വിഷയം ഉന്നയിച്ച തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. ശബരിമലയിൽ സ്വീകരിച്ച നടപടികൾ മുന്നണിയിലുള്ളവരെ പോലും ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പ്രതിപക്ഷം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട കോട്ടയം മെമ്പർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ചോദ്യോത്തരവേള റദ്ദ് ചെയ്തുകൊണ്ട് ഈ വിഷയം എടുക്കണമെന്ന് ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രതിപക്ഷാവശ്യം മുഖ്യമന്ത്രിയും സ്പീക്കറും തള്ളി. സർ, ഈ പ്രശ്നമടക്കം ഇന്നലെ വിശദമായി നമ്മൾ ചർച്ച ചെയ്താണ്. പിന്നെ ഇപ്പോൾ സഭ നിർത്തി ക്വസ്റ്റ്യൻ അവർ റദ്ദ് ചെയ്തുകൊണ്ട് അത്തരമൊരു വിഷയത്തിലേക്ക് കടക്കേണ്ടതുമില്ല. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ പിരിയുകയായിരുന്നു. ശബരിമലയിൽ സർക്കാരിന് മറുപടിയില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. CPIയുടെ സംസ്ഥാന കൗൺസിലിനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ആളുകൾക്ക് ഈ ശബരിമലയിൽ ഗവൺമെന്റ് എടുത്ത നടപടി തെറ്റാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഉദാഹരണമുണ്ടോ? അവരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഇടതുമുന്നണിക്ക് എങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും? ശബരിമല സഭയിൽ ചർച്ച ചെയ്യരുതെന്ന നിലപാട് മൂലമാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. സഭയിൽ ശരിയായിട്ടുള്ള രൂപത്തിൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ചർച്ച നടക്കരുത് എന്ന് ഒരു വാശിയോ നിർബന്ധ ബുദ്ധിയോ പ്രതിപക്ഷത്തിനുണ്ട്, വിശേഷിച്ച് പ്രതിപക്ഷ നേതാവിനുണ്ട്. നിരോധനാജ്ഞ പിൻവലിക്കും വരെ ശബരിമല നിയമസഭയിൽ സജീവമാക്കി നിലനിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.